ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നയിച്ച ശക്തമായ സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ദിവസം കേരളത്തിലെ ഒരു അമ്മ തന്റെ മകളുടെ ഓർമ്മകളിൽ വിതുമ്പുകയായിരുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് രാജ്യത്ത് ആകെ ആത്മഹത്യ ചെയ്തത് 12-ലേറെ വിദ്യാർത്ഥികളെന്നാണ് ദില്ലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കണക്ക്. കേരളത്തിൽ അതുപോലെ നടന്ന ഒരു ഏക ആത്മഹത്യ എന്ന് പറയുന്നത് കാസർഗോഡ് സ്വദേശി ഐജ എന്ന കുട്ടിയുടേതാണ്. പക്ഷെ മകളുടെ ആത്മഹത്യ വിവാദമാക്കാനോ ചർച്ചയാക്കാനോ ഈ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഐജയുടെ അമ്മ മനോരമയ്ക്ക് മുന്നിൽ തന്റെ മനസ്സ് തുറക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷ റദ്ദാക്കിയ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് മെയ് 12-ന്. അന്ന് ഐജ വീട്ടിലെത്തി അമ്മയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ഇനി എന്ത് ചെയ്യും അമ്മേ എന്ന മകളുടെ ചോദ്യത്തിന് മുന്നിൽ ആ അമ്മയും നിസ്സഹായയായി നിന്നു. സാരമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് ചേരാമെന്ന് ഏതൊരു അമ്മയും പറയുന്നത് പോലെ രാധിക മകളോട് പറഞ്ഞു. കുസാറ്റിന്റെ പ്രവേശന പരീക്ഷയും ഐജ എഴുതിയിരുന്നു. ചിലപ്പോൾ അത് കിട്ടിയാലോ, അവിടെ ചേരാം എന്ന് പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കുകയായിരുന്നു രാധിക. പക്ഷെ അത് ഗവേഷണ കോഴ്സാണ്, തനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു ഐജയുടെ മറുപടി. എങ്കിൽ മംഗളൂരുവിൽ BSc നഴ്സിംഗിന് ചേരാം എന്ന് രാധിക മകളോട് പറഞ്ഞു. എങ്കിലും നീറ്റ് പരീക്ഷ മാത്രമായിരുന്നു ആ കുട്ടിയുടെ മനസ്സിൽ. 2026 മെയ് 3 അന്നാണ് റദ്ദാക്കപ്പെട്ട ആദ്യ നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നടന്നത്. കാസർഗോഡ് പുളിക്കര കീക്കാനം കാരക്കുന്ന് കാദംബരി ഹൗസിൽ ഐജ ആത്മഹത്യ ചെയ്തത് കൃത്യം ഒരു മാസം കഴിഞ്ഞ് ജൂൺ 2-ന്. ഈ ഒരു മാസത്തിനിടയ്ക്ക് തന്റെ മകൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ രാധികയുടെ ശബ്ദം ഇപ്പോഴും ഇടറുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് കോട്ടയം പാലായിലെ നീറ്റ് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിൽ ഐജ അഡ്മിഷൻ എടുക്കുന്നത്. ഈ വർഷം മെയ് 12-ന് നീറ്റ് പരീക്ഷ എഴുതി വന്ന ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. മകളെ പരീക്ഷ എഴുതിക്കാൻ അമ്മ രാധികയും കോട്ടയത്തെ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയിരുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് അന്ന് ഐജ സമയം ചിലവഴിച്ചത്. നന്നായി പരീക്ഷ എഴുതിയതിന്റെ ഒരു സന്തോഷവും തൃപ്തിയും ഒക്കെ മകൾക്ക് ഉണ്ടായിരുന്നു എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ വീണ്ടും ഇനി എന്ത് എന്ന ചോദ്യം ഐജയെ മാനസിക സമ്മർദ്ദത്തിലാക്കി. റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21-ന് വീണ്ടും നടത്തുമെന്ന് അറിയിപ്പ് വന്നു. റദ്ദാക്കിയ ശേഷം നടക്കുന്ന നീറ്റ് പരീക്ഷയ്ക്ക് ഒരു മാസത്തെ കൂടി കോഴ്സ് ഉണ്ട് എന്ന് കോട്ടയം പാലായിലെ പരീക്ഷാ പരിശീലന സ്ഥാപനത്തിൽ നിന്ന് അറിയിച്ചതോടെ മെയ് 27-ന് അമ്മ രാധികയോടൊപ്പം ഐജ വീണ്ടും കോട്ടയത്തെത്തി. 29-ന് ക്ലാസ് തുടങ്ങി ആദ്യ ദിവസം ഐജ അമ്മയെ വീഡിയോ കോൾ ചെയ്തിരുന്നു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായൊന്നും ഐജ പറഞ്ഞില്ല. മാതൃകാ പരീക്ഷയിൽ നല്ല സ്കോർ ലഭിച്ച സന്തോഷം അമ്മയോട് പറയുകയും ചെയ്തു. എന്നാൽ പിന്നീടുള്ള 2 ദിവസവും തനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന സങ്കടമായിരുന്നു ഐജയ്ക്ക് പറയാനുണ്ടായിരുന്നത്. ആദ്യത്തെ പരീക്ഷ എളുപ്പമായിരുന്നു, ഇനി വീണ്ടും പരീക്ഷ എഴുതിയാൽ എന്താകുമെന്ന് അറിയില്ല എന്നും പഠിക്കാൻ കഴിയുന്നില്ല എന്നും ഐജ പറഞ്ഞു. വാട്സാപ്പിൽ പലതവണ അമ്മയ്ക്ക് വോയിസ് മെസ്സേജ് അയച്ചത്രേ. നീ അവിടെയുള്ള മറ്റു കുട്ടികളോടൊക്കെ കൂട്ടുകൂടി നിൽക്ക്, അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് രാധിക മകളെ സമാധാനിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷം ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊന്നും ഇവിടെയില്ല, എല്ലാവരും പുതിയ ആളുകളാണ് എന്നായിരുന്നു ഐജയുടെ മറുപടി. ആ വോയിസ് മെസ്സേജുകൾ ഫോണിൽ ഇടയ്ക്ക് കേട്ട് മകളെ ഓർത്ത് വിതുമ്പുകയാണ് ഈ അമ്മ. കോട്ടയത്തെ പരീക്ഷാ പരിശീലനത്തിന് വീണ്ടും പഠനം ആരംഭിച്ചതിന്റെ 3-ാം ദിവസം ജൂൺ 2-ന് ഹോസ്റ്റലിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഐജ പിറ്റേ ദിവസം ആശുപത്രിയിൽ മരണപ്പെടുകയായിരുന്നു. മകളുടെ സന്ദേശങ്ങൾ രാധിക പോലീസിന് കൈമാറിയിട്ടുണ്ട്. മറ്റൊരു പ്രശ്നങ്ങളും മകൾക്കില്ലായിരുന്നു എന്നും പരീക്ഷ മാറ്റിവെച്ചതാണ് മകൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത് എന്നും ഈ അമ്മ പറയുന്നു. സമ്മർദ്ദം അതിജീവിക്കാൻ മാനസിക വിദഗ്ധനെ കണ്ട് മരുന്ന് കൂടി കഴിക്കുകയാണ് ഇപ്പോഴും കണ്ണുനീർ തീരാത്ത ഈ അമ്മ. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പ്രക്ഷോഭത്തിന് ശേഷം അവിടെ ഇങ്ങനെ ഒരു അവസാനം ഉണ്ടായതിനു ശേഷം സന്തോഷിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ഇത്തരം പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അതൊരുപാട് മാനസിക സമ്മർദ്ദം നൽകുന്ന ഒന്ന് തന്നെയായിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു പാഠം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തുന്ന സംസ്ഥാനങ്ങളുടെ പരീക്ഷാ നടത്തിപ്പുകൾ കൂടി കുറേയധികം ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നുള്ളൊരു പാഠം മാത്രമാണ്. എന്തായാലും ഇപ്പോൾ അതിന് ഒരു ശുഭപര്യ അവസാനം ഉണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സന്തോഷത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.